ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ യാത്ര മസായി ഗ്രാമങ്ങൾ കാണാനാണ്. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ മസായി ഗ്രാമം കാണാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിനിയും മസായി ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. ഇന്ന് നമ്മുടെ ലഞ്ച് ബുഫേയിൽ പൈനാപ്പിൾ ക്രാമ്പിളും അതുപോലെ തന്നെ എന്തോ ഫ്രൂട്ട് സാലാഡ്സും ഒക്കെ ആയിട്ട് ചിക്കൻ egg curry. Oh wow, egg curry is here. That is good. More or less Indian salad. Indian food ആണ് ഇവർ കൂടുതൽ ഇതിനകത്ത്. റെഡ് ചൗരി അവർ വെച്ചിരിക്കുന്നത്. കെനിയൻസ് തന്നെയാണ് ഇവിടുത്തെ ഷെഫ്. പിന്നെ മലയാളികളായതുകൊണ്ട് ഇവിടുത്തെ മെയിൻ ആൾക്കാർ അവർ ഇന്ത്യൻ ടച്ച് എപ്പോഴും കൊടുക്കുന്നുണ്ട് ഫുഡിന്. സിമ്പിൾ ആൻഡ് ബെസ്റ്റ് ആൻഡ് നൈസ്, എല്ലാം ഓക്കെയാണ്. സൂപ്പർ. ഇറ്റ്സ് എ വെരി റെക്കമെൻഡബിൾ പ്ലേസ് ആണിത്. very very friendly staff, very flexible people. ഇത് രമ്യ, ഇദ്ദേഹം ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റിംഗ് ആളാണ്. നമ്മളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ നിൽക്കുകയാണ്. ഈ റിസോർട്ടിൻ്റെ ഓണർ ശരി കഴിഞ്ഞാൽ ഇന്ത്യക്കാരൻ മലയാളി ദിലീപ് എന്ന് പറഞ്ഞ ആളാണ്. ഇത് ഈ നിൽക്കുന്ന പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. എ പൂൾ ഹിയർ. നമ്മൾ താമസിക്കുന്ന ആ റിസോർട്ടിൻ്റെ പൂളാണിത്. നമ്മളിപ്പം പൂൾ യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിലും സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് വേണം പോകാൻ. ഇവിടെയൊക്കെ മൃഗങ്ങളുള്ളതാണ്, ഡേഞ്ചറസ് ആണ്. നമ്മൾ താമസിക്കുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടേജാണിത്. ഇതാണ് റൂംസ്, ഓരോ കോട്ടേജ് 2 bedrooms. ഓൾവേസ് നമ്മൾ വരുന്നത് രാത്രിയിലായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു പകൽ വീഡിയോ എടുത്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതാണ് ലുക്ക്. ഞാൻ കുറച്ച് മുമ്പ് ഇതിൽ നടക്കുമ്പോൾ ഒരു കോബ്ര പോലത്തെ ഒരു സ്നേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേളിൽ കാല് വെക്കാതെ ഓടി രക്ഷപ്പെട്ടു. എന്തായാലും ഈ കാടുകളിൽ ഇഷ്ടംപോലെ സ്നേക്സ് ഉണ്ടെന്നുള്ളത് നോ ഡൗട്ട്. There is a snake. Yeah, there is a snake. Yeah. I saw that. Did you? Yes. Black one. No, it was green. No, green. Green mamba. Green mamba. So I was running like cheetah that time. Believe me. All of a sudden, like kangaroo. Jump. Jump. Yeah. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി നമ്മളിപ്പം മസായി ഗ്രാമങ്ങൾ കാണാൻ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വണ്ടിയെ വന്നിരുന്നു. ഇതാണ് നമ്മളുടെ ഒസേറോ സോഫിയയുടെ മുൻവശം, നമ്മുടെ റിസോർട്ടിൻ്റെ മുൻവശമാണിത്. മുഴുവൻ കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. മസായി മാറയുടെ കാടിലെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. എങ്ങോട്ടും നമുക്ക് പോകാൻ ആക്സസ് വളരെ ഈസിയാണ് ഇതിനകത്ത്. നമ്മൾ ഇനിയിപ്പം നേരെ നമ്മുടെ യാത്ര മസായികളെ കാണാനാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. Village, right? Yes. So the people are coming, so you entertain the people. Yes. Sometimes I go to drive the cows. To look at the cows at the bush. Yeah. Yes. But you speak very good English. I'm just knowingly. I'm not go to school. I'm just learn here. Yes. But how you learn English? The people like you is coming here. Yeah. I listen. So Really? yes. My God, it's super English. Your language is very good. Thanks so much. That is great. Yeah. And you are Masai, born and brought up here. Yes, I'm a Maasai. So you don't scare the animals. No. It's my. Yeah. So if in case a lion comes, you will face it. Yes, no problem. Yeah. Yes. Great. ഒരാൾക്ക് $30 വെച്ചാണ് ഇവർ ചോദിക്കുന്നത് ഇതിനകത്തോട്ട് കയറാൻ. There's a small entry. He will tell us how much each person or how much in total, and you will pay him. Yeah. Okay. Right. So നമ്മളങ്ങനെ ഓരോരുത്തരും $30 വെച്ചിട്ട് ഇദ്ദേഹത്തിന് പേ ചെയ്തിട്ടാണ് നമ്മളിപ്പം അടുത്ത പരിപാടിയിലോട്ട് കടക്കുന്നത്. we're taking you inside the village for us to show you the jumping competition, to show you how we make fire. The ladies are going to bless me with the Maasai traditional ladies songs. We're going to divide you into 3 groups later to show you the houses, to show you how we live, and we tell you about the foods,
and also regional life for Maasai people. We live in a big circle village where we keep cows in the middle for us to be able to support or to protect them against the wildlife. Most of the time the predators, they will used to coming inside the village to looking for the easy prey, because wild animals, they know that the domestic animals, they're so easy prey, not a harder like a wild animals, because a domestic animal, depending on, will take care of them. So you're most welcome. May God bless you. I wish you a good day, and I wish you a long life. Thank you. Pay for the warriors, pay for the warriors, so that they can buy the clothes, jewelries, and also fabrics. So those money you pay is going to support our community fully, 100%. So if you don't mind, you can just give it to me, $30 a person, and do for the kid 15. Okay. You got that? My friend. Yeah, my friend. Yeah, I know. ഇവിടെ താമസിക്കുന്ന വീടുകളിൽ ഉള്ളവരാണിതെല്ലാം. ഇതാണ് ഇവരുടെ വീട്. ട്രഡീഷണലി ഇന്നും അവരിങ്ങനെയാണ് കഴിയുന്നത്, മസായികൾ. They come for high five, blessing. നമ്മളങ്ങനെ മസായികളുടെ കോളനിയിലെത്തി. അവരുടെ വില്ലേജിൻ്റെ ഉള്ളിൽ അവർ താമസിക്കുന്ന ഈ രീതിയിലാണ്. ഇവരുടെ ജമ്പിങ് ഡാൻസ് തുടങ്ങാൻ പോവാണ്. ഇവരുടെ കോമ്പറ്റീഷൻ. ഇതിലാണ് ഇവർ ഏറ്റവും വലിയ
ഇവിടുത്തെ ട്രഡീഷണൽ ഒരു കൾച്ചറാണിത്. ഇവരിപ്പം ജമ്പിങ് ഡാൻസ് ചെയ്യും. ഇവർ മോസ്റ്റ് ഓഫ് ദം ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളതാണ് ഈ ടൂറിസ്റ്റ് വന്ന്. To take you. ഈ മസായികളിൽ കൂടുതലും കാണപ്പെടുന്നത് ഈ കെനിയയുടെയും ടാൻസാനിയയുടെയും ഇടയിലുള്ള ഈ ഭാഗങ്ങളിലാണ് അവർ കൂടുതലായിട്ടും ഉള്ളത്. ഇവരെപ്പറ്റി ഈ പറഞ്ഞാൽ അവരുടെ കൾച്ചർ, അതുപോലെ അവരുടെ ഡ്രസ് കോഡ്, ഹെയർ സ്റ്റൈല് എല്ലാം വളരെ യുണീക്കാണ്. നമുക്കിവിടെ വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായ ഡ്രസ് കോഡുകളും അവരുടെ ആ ഹെയർ സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അതെല്ലാം അവർ പണ്ട് പുരാതനമേ അതൊക്കെ അവർ യുണീക്കായിട്ട് കീപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ അവരുടെ ആഭരണങ്ങൾ അതും ഈ പറഞ്ഞ മാതിരി വളരെ വ്യത്യസ്തമായ ആഭരണങ്ങളാണ് അവർ ധരിക്കുന്നത്. അതൊക്കെ അവരെ വളരെ അട്രാക്റ്റീവ് ആക്കുന്നു. ഇപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇവർ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതുപോലെ ഇവരുടെ വെൽത്ത് കണക്കാക്കുന്നത് ഇവർക്ക് എത്ര കന്നുകാലികളുണ്ടെന്ന് നോക്കിയിട്ടാണ് ഇവർ റിച്ചാണോ അല്ലയോ എന്നുള്ളത് അവർ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളവർ ഏറ്റവും റിച്ചാണെന്നുള്ള ഒരു രീതിയാണ് ഇവരുടെ ഇടയിലുള്ളത്. അപ്പം കൂടുതൽ കന്നുകാലികളും കൂടുതൽ കുട്ടികളും ഉള്ളവരാണ് ഏറ്റവും റിച്ച് പീപ്പിൾ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ. മസായികൾ ട്രഡീഷണലായിട്ട് പണ്ട് കാലത്ത് എങ്ങനെയാണ് ഇവിടെ തീ ഉണ്ടാക്കിയിരുന്നു, എങ്ങനെ ഈ മരങ്ങളുടെ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവർ തീ ഉണ്ടാക്കിയിരുന്നതെന്നാണ് അവർ കാണിക്കുന്നത്. എന്ന് വെച്ച് ഇപ്പോൾ അവർ ഇങ്ങനെയല്ല, നമ്മൾ സാധാരണ തീപ്പെട്ടിയൊക്കെ വെച്ച് തന്നെയാണ് ഇവിടെ തീ ഇപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഒരു ട്രഡീഷണലി കാണിക്കുകയാണ്, ഇങ്ങനെയായിരുന്നു ഞങ്ങൾ മസായികളെന്ന് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയാണ്. അത് കത്തിച്ച് കാണിച്ചിരുന്നു. You're coming from outside to inside of our village, and we wanted it to make this visit very special. ഇതാണ് ഇവിടെ ടോട്ടൽ 12 ഫാമിലിയാണ് താമസിക്കുന്നത്. അവരുടെ കുട്ടികളും. ഈ വില്ലേജിൽ ടോട്ടൽ 260 പേരുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം നമ്മൾ 16-18 പേരുണ്ട്. നമ്മളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഇവനാണ് നമ്മളിവിടെ വരുന്നത്. You said so. You've married from the other family. Yeah, we married from the family, not here. And the kids go to school? Yes, actually, All of them. all of them, all of them. No one can like a long time ago. They say no kid, no go to school. If you say go to school, they punish you. Can one But it's woman another new technology coming. Everyone loves to go to school. can one woman have 2 husbands? No, the only man is allowed to marry more wife, but the lady only one. No sir. And can she marry? Can she leave one man and go? No. Culture no. No. So No you're divorcing. married. You have No divorcing. Once we bless for you to marry, no divorcing. But you have to allow to marry more wife because we are polygamy people. Yes, of course. So you can go for even 5, 6, 7. Yes, even 10. Even my father have 12 wife. 12 wives. Yes, of course. And And he's their former chief. After they left after giving the Kimbai. so you have more number of women than men. Yes, more than men.
You have? Yes. So how do you Maybe we say a rate of 4 to 3. How do you Men make are the- 3 and 5. Men are 5. how do you maintain that ratio? We know how to know. They know. They don't. I try to do certain history, but I think so they know. They know, so you can know. create more women. Yep. They know because of you must to take them equally. You need to take all kids equally. All No, ladies I equally. understand that, but like if you have 100 people, if you have 50 men and 25 men have married the 50 women, 25 men will not be able to marry because there are no more. They do because we still have more ladies. No, but how do you ensure it continues? They do continue also because of other family they have more ladies. More girls? Yes, more girls. How do you produce more girls? They do. We don't apply family planning here, so Okay. you can have more kids as you can. But more kids can be more boys. No, And it less must be girls. more girls. How? Okay. I never. It's very hard question, but Yeah. ഓ ഇത് റൂഫൊക്കെ വളരെ ചെറുതാണ്, കുനിഞ്ഞു വേണം പോകാൻ. കുനിഞ്ഞു വേണം പോകാൻ. Yeah, Sit for your next friend here. yeah. Sit for the next chief. This is Okay, chief, yeah? thank you. Lamayan. Yes, sir. Sit next for your friend. Yes. Thank you. Everyone sit the next of Oh. his friend. Sorry. So didn't small see. kids. No, I forgot my Small glasses kids, off. Kid. Ah, Welcome. Have a seat. ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 60-65 വയസ്സ് വരെ ഉള്ളെന്നുള്ളതാണ്. ഇവരുടെ ആ ഒരു നേച്ചറായിട്ടുള്ള ജീവിത ശൈലിയാണ് ഇവരുടെ ആയുസ് ഒരു 60-65 വയസ്സിനുള്ളിൽ തന്നെ കഴിയുന്നത് മോസ്റ്റ്ലി. അങ്ങനെയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. കാരണം ഇവർ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കഴിയുകയാണ് ഇപ്പോഴും. Room there. It's very special room. And after that, we're gonna have a small store here, storing our utensils, our cups, also storing things here. And also, we have another place here is for the kitchen place. It's the place we're cooking our food actually. Okay. And after cooking here, we have small chimney. I hope you see some chimney around. By this is small chimney calling a small window. yes. Why are you keeping a small one? Because of you live in a dangerous animals like a small cats and leopards. Sometimes they're getting inside because we live with them, so they sometimes they're getting inside of the house. So we need to put a small one whereby they cannot come inside. Yes, because of we keep more things inside for small babies and also for the calf and also for the small baby of the chicken. So we keep them inside all. Inside the home. animals come Yes, in inside to the house actually. Do the animals come into the village? Yes, you live in this is a conservation area. We live with them. So sometimes even the line can attract a cow come inside. And that's why we do having our fence because of protecting our cow actually. And also as we are Maasai, we have our main food. And our main food is milk, blood and meat. As typically of Maasai food. But because of nowadays is another new technology whereby the school come and change some more things. But we still proud in culture, but they come and change some things. Us, we don't do agriculture. But we have to buy other food like fruits, vegetable, and other things for children. So nowadays maybe you don't have meat anymore, no milk, no blood, but you have to buy other food like potatoes, But garbage. do you eat meat or? Nowadays we still eat meat, but not yet more like some years back ago. Okay. Yes, You drink the blood too? of course. Once in a month, What blood? the blood from cow. Cow. But nowadays you stop doing that. No longer drink blood anymore nowadays. But even meat we eat from goats nowadays, not cow. Okay. From? But that's something I tried to say. I say some back years ago, like 50 years ago. We have to eat meat as a natural food. Oh, okay. And also, as we are Maasai, get water from the river, and we take a shower in the river. And also that's why you need to boil that water because of we need to kill some germs. Okay. So most Maasai tribes are always near a river. Then Yes. has to be by a river, and the houses are in a circular pattern, right? Just for protection. Yep. Okay. So as you get more, the village grows. Do you put more houses in a bigger circle? Yes. Okay. Because of we get more men they're gonna marry, so we need to increase the home. Yes. Do you marry within your? No, we group? marry from other village. Other. It's another contract by the ladies. And it is taking 4 months to 6 months as contract in the Maasai house. And actually the Maasai house is last for 2 years. And our semen is powder. We mix with sandy soil and we mix it using water. And also using our semen. That's our real semen from our cow. So you do.
And also, before we do that, we have some branches from the white totem tree. We put in the wall of the house and put it to be very strong. And after that, we're using karang and sandy soil to cement and becoming a very strong wall. But long time, like 50 years ago, it's not a permanent, because of that time we are still working one place to another. And because of now we live in permanent place, that's why we try to make a very strong one, actually. And also the roof of the house, you put in some pillars. And after the pillars, that is the pillars from an olive tree. And after that, we put in some grass. And after the grass, we put in a yellow pepper. And after the yellow pepper, we're using also karang and sandy soil to cement the roof of the house and becoming a roof and waterproof. Nowadays it's a waterproof. Long time no waterproof because we don't have yellow pepper. We don't using a calcium. No, just sometimes we can when it's rain at night, we sleep with water. So when you're simple sleeping inside of the swimming pool, actually. Good. That is all about the master house. Now you use the paper, Yes, you're using the pepper because we want to make a waterproof. plastic paper. Yeah, plastic pepper. And that's all about outside. Do you have any question before Gary? No. No. No, now your question? How long does it take to build overall? 4 months to 6 months. 4 to 6 months. And one family stays here, is it? One full family? One family here, another family. But we are polygamy people. Yeah. You're allowed to marry more wife. So maybe one wife, you do like that. Okay. Good. Your name is Branson. Branson. Yeah. Branson. So you are the second. Your brother is the chief here, Yes, yes. this village, and hopefully the next chief It's me. you become. So maybe after 5 years, 10 years, 20 years, 30 years, you become the chief. 10 years. 10 years. Yes. Yeah. Oh. Quick question. ഇവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ഈ സംഭവം ഇതാണ് ഇവരുടെ കമ്മ്യൂണിറ്റി. വരുന്ന ടൂറിസ്റ്റുകൾക്ക് വന്ന് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറയും. നമ്മളിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ അത് ഇവരുടെ കമ്മ്യൂണിറ്റി വെൽഫെയറിന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഇൻകമാണ്. അതിന് അവരിവിടെ മുഴുവൻ ഷോപ്പുകളാണ്, ഓരോ വീട്ടുകാരുടെ ഷോപ്പുകളാണ് ഇവിടെ മുഴുവൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കണ്ടോ? ഓ, അത് ചുറ്റിനും ഒരു ഷോപ്പിംഗ് മാൾ പോലെ പണിത് വെച്ചിരിക്കുക ചെറിയ കുടിൽ. സൂപ്പർ. നമ്മൾ കെനിയയിൽ വന്നു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് കെനിയയിലെല്ലാം ഈ ആഭരണങ്ങൾ, ഇവരുടെ ഈ ഒരു ജ്വല്ലറി എല്ലാം നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മറ്റേ കടകളിൽ കണ്ട മാതിരി തന്നെ, പക്ഷേ ഇതിവിടെ ഈ ഗ്രാമത്തിൽ യൂസ് ചെയ്യുന്നു. How many kids would you say? More than 260? ഇങ്ങനെ ഓരോ കടകളാണ്, ഓരോരോ ഡിഫറെൻറ്റ് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം $50, $100 അതിൽ താഴ്ന്ന പരിപാടിയില്ല. $50, $100, $200 എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർ ഭയങ്കരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. കരിയന്മാർക്കറിയാം എങ്ങനെ ഗെയിം ഓവർ ചെയ്യണമെന്ന്. അപ്പം അത് അവന്മാരുടെ കയ്യിൽ ഈ വരുന്ന ക്ലയൻസിനെല്ലാം അവന്മാർ ഭയങ്കരമായിട്ട് ഹോസ്പിറ്റാലിറ്റി കൊടുത്ത് അവന്മാരെ കൊണ്ട് എന്തെങ്കിലും മേടിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നെ അവന്മാർ പിടിച്ചിട്ട് ഇവിടെ താമസിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു മൈൻഡ് സെറ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതവരുടെ ഒരു കഴിവാണ്. അവരുടെ കമ്മ്യൂണിറ്റികൾ ഇവിടെ ഇരുന്ന് ഇത് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതവർ മാലകളൊക്കെ ഉണ്ടാക്കുന്നു, കോർക്കുന്നു, അതെല്ലാം ഉണ്ട് സംഭവം. ഈ കമ്മ്യൂണിറ്റി ഇപ്പോഴും ഇതേ ലെവലിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ ടൂറിസത്തിൻ്റെ ഭയങ്കര ഒരു മൂവ്മെൻറ്റാണ്. ഇവിടെ തന്നെ ഇപ്പോൾ എത്രയോ വണ്ടികൾ ഒരു ദിവസം വന്നു പോകുന്നു. അപ്പോൾ ഒരാളുടെ നിന്ന് ഇതിനകത്തോട്ട് കയറാൻ $30 അവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ $30 വെച്ചിട്ട് ഇപ്പോൾ 20 പേര് ഒരു ഗ്രൂപ്പ് വന്നാൽ $600. അപ്പോൾ എനിക്ക് തോന്നുന്നു അവന്മാർ ഇവിടെ തന്നെ ആയിരക്കണക്കിന് ഡോളർ അവന്മാരിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടുത്തു നിന്ന് തന്നെ നമ്മളിപ്പോൾ 20 ഫാമിലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 20 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. $30 വെച്ചിട്ട് 20 പേര് $600 ജസ്റ്റ് ഫോർ 1 hour or 2 hour. അത് കഴിയുമ്പോൾ അടുത്തവർ വന്നത് ഇപ്പോൾ ഈ സാഹിബന്മാരൊക്കെ നിൽക്കുന്ന അങ്ങനെ തന്നെ. അപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ ഒരു $30. അപ്പോൾ നമുക്ക് 5 പേരുണ്ട് അവർ. അപ്പോൾ നിയർ അബൌട്ട് 150. ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ 750. അവിടെ കുറേ ഫാമിലി നിൽക്കുന്നു. നമ്മൾ വരുമ്പോൾ ഒരു 5-6 വണ്ടി പോയി തിരികെ. അപ്പം ഇവന്മാർക്ക് ഭയങ്കര വരുമാനമാണ്. ഒരു ദിവസം ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ഇഷ്ടം പോലെ പൈസയാണ്. അപ്പം ഈ ഒരു ഇത് കാണുന്നതിനും പിന്നെ ഇത് വിൽക്കുന്നതിനും ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ കാശ് നല്ല രീതിയിൽ ഈ ടൂറിസത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് സംതിങ് വെരി ഗ്രേറ്റ് തിങ്. നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. Blessing. I bless JK. Be blessed. Like
This one is wild beast. Wild beast style. Yeah. Using for the blessing. Blessing. You know, it's a blessing animals. Yeah. It's a migration. When they see in the migration, it's a Yeah. blessing. Because of you see, we are crossing in front like want to see. So it's a blessing. Live long life. Oh, like that. This is the tradition. God, do like that. And I try to say something from our tradition. I'm not just from Yes, other tribes. yeah. I say something from our tradition. Perfect. Blessing, 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 Okay. blessing. അകത്ത് ഒക്കെ കെറ്റിലുണ്ട്. ഇതാ ഈ കാണുന്ന മേളിയിലോട്ട് നോക്കുന്ന ഇത് നമ്മൾ വന്ന ഫോറസ്റ്റാണിത്. ഇതിനകത്താണ് ഇവർ താമസിക്കുന്നത്. ഇതാ ഇതിനകത്തൂടെ ഒക്കെ സിംഹം കയറി വരുമെന്ന്. എന്നിട്ട് ഇവിടുത്തെ പശുക്കളെയൊക്കെ കയറി പിടിക്കാൻ വേണ്ടി അവർ ഇവിടെ ഒന്നും ഫെൻസിങ് ഒന്നുമില്ല. ഇതെല്ലാം കണ്ട് ഇതിനകത്തൊക്കെ സിംഹങ്ങൾ ഒക്കെ ഉണ്ട്, എലിഫൻ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഫെൻസിങ് ഒന്നുമില്ല, ഇത് നേരെ കാടാണ്. ചേട്ടൻ ഈ ഒരു മാല സെലക്ട് ചെയ്തു. അവർ $70 പറഞ്ഞു. നമ്മളൊരു $20 ബാർഗെയിൻ ചെയ്തു. കിട്ടുവാണെങ്കിൽ വാങ്ങാമെന്നുള്ള രീതിയിൽ. അത് പിന്നീട് വാങ്ങിയില്ല. നമ്മളങ്ങനെ മുന്നോട്ട് പോയി. ഇവന്മാർ പൊതുവേ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയും ലാംഗ്വേജുമാണ്. അപ്പം ആരെയും നമ്മൾ സംസാരിച്ച് അവർക്ക് വീഴ്ത്താനുള്ള കഴിവുണ്ട്. You're happy, guys? വെരി ഗുഡ്. ട്രൈ ചെയ്യും. നമ്മുടെ അടുത്തൊന്ന് മേടിപ്പിക്കാം. മുടിഞ്ഞ വിലയാണ്. മുടിഞ്ഞ വില അവന്മാർ പറയുന്നത്. നമുക്ക് അടുക്കാൻ പറ്റാത്ത വില. അതെ ചേച്ചിമാരൊക്കെ ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ടോ, തലയിടുന്ന സാധനം. അമ്മൂമ്മയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഓക്കെ. ഇത് കണ്ട് ഇതാണ് നമ്മൾ വൈൽഡ് ബീസ്റ്റൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. വൈൽഡ് ബീസ്റ്റ് ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ സിംഹം വരാം, ഇവിടെ പുലി വരാം, എല്ലാം വരാം. ഇവന്മാർ ഇവിടെ കളിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവന്മാർക്ക് ഇതാണ് ആ പാടെ ബോർഡർ. ഇതിനകത്തൂടെ സിംഹം ഇടിച്ച് കയറും. ചുമ്മാ നടന്നങ്ങ് കയറും. അപ്പം ഒന്നുമില്ല. അപ്പം ഇവന്മാർ എപ്പോഴും വിജിലൻ്റ് ആണ്. മുറി വളരെ ചെറുതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ മുറി അവർ വെക്കാൻ തന്നെ കാരണം ഈ ജീവികൾ അകത്തോട്ട് കയറി വരാതിരിക്കാനാണ്. കാര്യം അവർക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്മാർ അതിനു മുമ്പേ അവരെ കീഴടക്കും. ഇതേ നമ്മൾ ഈ പിള്ളേരെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവർക്കൊക്കെ ചോക്ലേറ്റും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരെ എല്ലാം വിളിച്ച് അവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം ചോക്ലേറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു. ബായ് ബൈ 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 കമാൺ ബൈ. നമ്മളങ്ങനെ മസായികളോട് ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് തിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.